ഇല്ല എന്ന് പറയാനുള്ള യഥാർത്ഥ ശക്തി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ശരി എല്ലായ്പ്പോഴും ദുർബലമായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റുകളും പരാജയം സംഭവിച്ചവരിൽ ഭൂരിഭാഗവും അന്ധമായി മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതിലുപരി വിശ്വസിക്കുകയും ചെയ്തവരാണ്. അനാവശ്യമായി ചിന്തിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ പകുതിയും അതോടെ അവസാനിക്കും. എതിരാളിയെ വില കുറച്ച് കാണുന്നതിനേക്കാൾ വലിയ അപകടമൊന്നുമില്ല. ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും. അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും. അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത്. നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയാൽ ഒന്നോർക്കുക, അതിലും നല്ല ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട്. നല്ല ഉപദേശങ്ങൾ നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ചവർ ആയിരിക്കും. എല്ലാ കറുത്ത രാത്രിക്ക് ശേഷം സുന്ദരമായ പകൽ വന്നെത്തുന്നത് പോലെയാണ് ജീവിതവും. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എത്രയോ ചെറിയ ഒരു ഭാഗം മാത്രമാണ് അവന്റെ പ്രവൃത്തികളും വാക്കുകളും. യഥാർത്ഥ ജീവിതം മനസ്സിനുള്ളിലാണ്. ജീവിതത്തിൽ സന്തോഷിക്കാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. എന്നാൽ അത് ഓരോ മനസ്സിന്റെയും സ്വീകാര്യത പോലെയാണ്. അറിവിനോടൊപ്പം നന്മയും സ്വായത്തമാക്കണം. നന്മയില്ലാത്ത അറിവ് ആപൽക്കരം. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക. പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. പാമ്പിന് വിഷമില്ലെങ്കിലും അത് തന്റെ നിലനിൽപ്പിന് വേണ്ടി വിഷമുണ്ടെന്ന് അഭിനയിക്കുന്നു. അതുപോലെ നിങ്ങൾ ദുർബലരാണെങ്കിലും ശക്തരായി ഭവിക്കുക. വിജയം കൈവരിക്കുമ്പോൾ മഹത്വം ഉണ്ടാകണമെന്നില്ല. സ്ഥിരതയാണ് പ്രധാനം. നിരന്തരമായ കഠിനാധ്വാനം വിജയത്തിലേക്ക് നയിക്കുന്നു. മഹത്വം പിന്നാലെ വരുന്നതാണ്. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം അംഗീകരിക്കുന്നത്. മൗനമായി നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നല്ല. നിങ്ങളുടെ ആശയങ്ങൾക്ക് മറ്റുള്ളവർ ചെവി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അവർ നമ്മളെ സ്നേഹിക്കുമെന്ന വിശ്വാസമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. സഹായിക്കുക എന്നതിനേക്കാൾ വലിയ കാര്യമാണ് ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നത്. നിങ്ങളോടൊപ്പമുള്ള വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗം സൗജന്യമായി എന്തെങ്കിലും നൽകുമ്പോൾ അവർ പെരുമാറുന്ന രീതി നിരീക്ഷിക്കുക എന്നതാണ്. നിത്യവും നനച്ചു കൊടുക്കേണ്ട ചെടി പോലെയാണ് ബന്ധങ്ങൾ. ഇടയ്ക്കിടെ അവർക്ക് ആവശ്യമുള്ള പരിചരണം നൽകിയില്ലെങ്കിൽ വാടിപ്പോകുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ്. ആരെയും പരിഹസിക്കരുത്. ന്യൂനതകളില്ലാത്ത മനുഷ്യരില്ല. എല്ലാം തികഞ്ഞവരായി മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുമില്ല. ആരും സഞ്ചരിക്കാത്ത പാതകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം വേണം. അസാധ്യമായവ കണ്ടെത്താനുള്ള ധൈര്യം വേണം. പ്രതിബന്ധങ്ങളെ കീഴടക്കി വിജയത്തിലെത്തിക്കാനുള്ള ധൈര്യം വേണം. സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല. മനോഹരമായ വാക്കുകൾ സത്യവുമല്ല. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയെ കീഴടക്കിയാൽ നിങ്ങളുടെ എല്ലാ അന്ധകാരങ്ങളും വെളിച്ചമായി മാറും. ചിലർ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഒരു അനുഗ്രഹമായിട്ടായിരിക്കും, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ചിന്തയിലെ ദയ പ്രതീക്ഷ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു. ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും. ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും. വീഴ്ചകളിൽ തളരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസമുണ്ടാകും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്.
നിങ്ങൾ സിംഹത്തെ കണ്ടു പഠിക്കുക. ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം. നിങ്ങളുടെ പദ്ധതികൾ എത്രമാത്രം മികച്ചതാണെന്നത് പ്രസിദ്ധമല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലക്ഷ്യബോധമില്ലെങ്കിൽ നിങ്ങൾ അധികം മുന്നോട്ട് കൊണ്ടുപോകില്ല. കളിയാക്കലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും. അവയെ സന്തോഷം കെടുത്താൻ വരുന്ന പാഴ്വാക്കുകളായി തള്ളിക്കളയുക. ലക്ഷ്യമുണ്ടായിരിക്കുക. പ്രലോഭനങ്ങളിൽ വഴുതി വീഴാതിരിക്കുക. ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിനുള്ള പ്രായോഗിക പദ്ധതിയും ഉണ്ടായിരിക്കുക. വിജയിക്കാനുള്ള ആഗ്രഹം, നേടാനുള്ള ഇച്ഛാശക്തി, മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര, ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ. ആളുകൾ ക്ഷീണിതരായിരിക്കുമ്പോൾ കൂടുതൽ സത്യസന്ധരായിരിക്കും. അതുകൊണ്ടാണ് രാത്രി വളരെ വൈകിയുള്ള വർത്തമാനങ്ങളിൽ കൂടുതലായും സത്യങ്ങൾ പുറത്തു വരുന്നത്. ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക. പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. മറ്റുള്ളവരുടെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും. ഒരു സ്ത്രീയും പുരുഷനും വെറും സുഹൃത്തുക്കളായിരിക്കാം. എന്നാൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അവർ പരസ്പരം പ്രണയിച്ചു പോകും. ഒരു പക്ഷേ താൽക്കാലികമായി, ചിലപ്പോൾ തെറ്റായ സമയത്ത്, ഒരു പക്ഷേ വളരെ വൈകിയായിരിക്കാം, അല്ലെങ്കിൽ എന്നേക്കുമായി. പ്രശ്നത്തെ നേരിടാനുള്ള കെൽപ്പും താൻ ഏറ്റെടുത്ത തീരുമാനങ്ങളിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആർജവവും ഓരോരുത്തരിലും ഉണ്ടാകും. സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത്. ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അനാവശ്യമാണ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത് മണ്ടത്തരവും. ശത്രുക്കളെ ഉണ്ടാക്കാൻ വഴക്കിടേണ്ട ആവശ്യമില്ല. സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ മതി. ഇഷ്ടം പോലെ ശത്രുക്കൾ ബന്ധുക്കളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചേക്കാം. മൂഢന് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നും. അവന്റെ ബാലിശ്യമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല. ഓർക്കുക, ജീവിതത്തിൽ ചിലതൊക്കെ മറന്നുകളയണം, അല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുപോയെന്ന് വരും. സമ്പത്തല്ല, സമാധാനമാണ് മനുഷ്യ ജീവിതം സന്തോഷകരമാക്കുന്നത്. സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും പൂർണ്ണമായും വിശാലമായും ചെയ്യുക. പ്രവൃത്തികൾ ഭാഗികവും പൂർണ്ണ ശ്രദ്ധയില്ലാതെയും ചെയ്യുന്നത് കൊണ്ടാണ് ചിന്തകൾ ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. തിന്മയുണ്ടായിരിക്കണം. അതുവഴി നന്മയ്ക്ക് അതിന്റെ പരിശുദ്ധി തെളിയിക്കാൻ കഴിയും. എല്ലാ മനുഷ്യന്റെയും ജീവിതം ഒരേ രീതിയിൽ അവസാനിക്കുന്നു. അവൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വേർതിരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഉണ്ടോ എന്നതല്ല യഥാർത്ഥ ചോദ്യം. മരിക്കുന്നതിന് മുൻപ് നാം ജീവിച്ചിരുന്നോ എന്നതാണ്. പണം നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ നൽകും. എന്നാൽ മോശാവസ്ഥ അവരിൽ എത്ര പേർ കൂടെ നിൽക്കുമെന്ന് വെളിപ്പെടുത്തും. ഒരാളോട് ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. പക്ഷെ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ മണ്ടത്തരമാണ്. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. പക്ഷെ കണ്ണു നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിസാമർഥ്യമോ സ്വാതന്ത്ര്യമോ അഭിനയിക്കുന്നത് പുരുഷന്മാരെ സ്ത്രീകളുടെ ഫ്രണ്ട് സോണിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെ സ്വാഭാവികമായും അവരോടും പെരുമാറുക.
ജീവിതം ഒരിക്കലും സാഹചര്യങ്ങളിൽ ദുരിതപൂർണമാകുന്നില്ല, മറിച്ച് ലക്ഷ്യമില്ലായ്മയിലും നിഷ്ക്രിയത്വത്തിനാലുമാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. സ്നേഹം ചോദിച്ചു വാങ്ങാനുള്ള ഒന്നല്ല. ചോദിച്ചു വാങ്ങുന്നതിലൂടെ അതൊരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. സ്നേഹം കടന്നു വരുന്നത് നൽകുന്നതിലൂടെയാണ്. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിന്റെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും ഭയക്കരുത്. കാരണം വിജയകരമായൊരു കണക്ക് പോലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കലാണ്. ബാക്കിയുള്ളത് അതിൽ ഉറച്ചു നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി മാത്രം. നമുക്ക് ചില സമയങ്ങളിൽ ഉപദേശത്തെക്കാൾ ആവശ്യം നമ്മളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ കേൾക്കുകയും ചെയ്യുന്ന ഒരാളെയാണ്. ഒരാളെ സങ്കടപ്പെടുത്തി നീ എന്തു നേടിയാലും അത് നിന്നിൽ സമാധാനപരമായ നിലനിൽപ്പ് നേടിത്തരില്ല. നിനക്ക് വേണ്ടി അവർ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരിനും കാലം നിനക്ക് മുന്നിൽ കണക്ക് നിരത്തുന്നതായിരിക്കും. ഏതൊരു നാട്ടിലാണോ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാർജനത്തിനുള്ള സൗകര്യം എന്നിവയില്ലാത്തത് അവിടം ഉപേക്ഷിക്കേണ്ടതാണ്. പണത്തേക്കാൾ പ്രധാനമാണ് സമയം. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും, എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നേടാൻ കഴിയില്ല. നേട്ടത്തിലേക്ക് നയിക്കുന്നത് വിശ്വാസമാണ്. ശുഭാപ്തി വിശ്വാസം. പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മുൻവിധികൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കുക. ഒടുവിൽ ശാന്തനായിരിക്കുക. എല്ലാത്തിനും അനുയോജ്യമായ സമയം കടന്നു വരും. ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്നാൽ അത് വെറും നൈമിഷികം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തുമാവട്ടെ, ഒരു ദിവസം അത് കടന്നു പോകും. ക്ഷമയോടെ കാത്തിരുന്നാൽ തീർച്ചയായും ഒരു ദിവസം മനസ്സും ശരീരവും സമാധാനത്തിലെത്തിച്ചേരും. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ നിലകൊള്ളുക എന്നത്. തനിച്ചാക്കി പോകില്ല എന്ന അമിത വിശ്വാസത്തിൽ ആരെയും ജീവന് തുല്യം സ്നേഹിക്കരുത്. മനുഷ്യനാണ്. സാഹചര്യം മാറുമ്പോൾ സ്വഭാവവും മാറും. അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും. നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത്. അത് അഹങ്കാരമല്ല, അഭിമാനമാണ്. ജീവിതം ഒരു കണ്ണാടി പോലെയാണ്. നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ. നിശബ്ദനായ ഒരു മനുഷ്യൻ പോലും സത്യം പറഞ്ഞാൽ തൽക്ഷണം ബഹുമാനിക്കപ്പെടും. നിങ്ങൾ വിഷാദത്തിലാണെങ്കിൽ നിങ്ങൾ ഭൂതകാലത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഉത്കണ്ഠയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ജീവിക്കുന്നു. നിങ്ങൾ സമാധാനത്തിലാണെങ്കിൽ നിങ്ങൾ വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ മിന്നിത്തിളങ്ങും. അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒന്നാണെന്ന് ഉറപ്പാക്കുക. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണമൊന്നുമില്ല. അവരവിടെ നിശബ്ദരായിരിക്കും. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമമിത: കഠിനമായി തോന്നുന്ന ഒരു പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രമാണ്. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിന്റെ യഥാർത്ഥ സൗന്ദര്യം. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് 2 ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമാകുമ്പോൾ. പ്രതീക്ഷിച്ച ജീവിതം ഈ ലോകത്ത് ആർക്കും ലഭിക്കുന്നില്ല. എങ്കിലും പ്രതീക്ഷകളില്ലാതെ ആരും ജീവിക്കുന്നുമില്ല. ഗുണപരമായ ചിന്ത സന്തോഷം വർദ്ധിപ്പിക്കും. ദുഷ്ചിന്തകൾ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ക്ഷയിപ്പിക്കുകയുള്ളൂ. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരു നാൾ മിത്രവും മിത്രം ഒരു നാൾ ശത്രുവും ആയേക്കാം. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും. പലരുടെയും ലൈഫിലും നമുക്കൊരു പകരക്കാരന്റെ വേഷമേ ഉള്ളൂ.
ആരെങ്കിലും തിരിച്ചു വന്നാൽ മാറ്റി നിർത്തപ്പെടുന്ന പകരക്കാരൻ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണതയ്ക്കായി വാശി പിടിക്കരുത്. അമിത മൂർച്ചയേറിയ ഒരു വാളിന് ദീർഘകാല നിലനിൽപ്പുണ്ടാവില്ല. ജീവിതത്തെ അതിന്റെ ഒഴുക്കിനനുസരിച്ച് വിടുക. ഒഴുക്കിനനുസരിച്ച് നീന്താൻ മറ്റൊരു ശക്തിയും ആവശ്യമില്ല. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരിക്കുകയുള്ളൂ. ലോകത്തിന്റെ മുഴുവൻ സ്നേഹം കൈവരാൻ ഒന്നു മാത്രം മതി: ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജയം അനന്തമായി നീളും. നിരന്തര പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ്. പരിശീലനമില്ലാതെ അറിവില്ല, അറിവില്ലാതെ ആത്മവിശ്വാസമില്ല, ആത്മവിശ്വാസമില്ലാതെ വിജയമില്ല. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. തടസ്സങ്ങൾ വരും, സംശയങ്ങൾ ഉണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും, എന്നാൽ കഠിനാധ്വാനത്തിന് പരിധികളില്ല. ഒരു സ്ത്രീയുടെ പ്രിയപ്പെട്ട ഗാനം അവളുടെ മുഖഭാവത്തെക്കാൾ കൂടുതൽ അവളുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങളോട് വ്യക്തമാക്കും. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണമെന്നില്ല, എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കരുതൽ, കണ്ണുനീർ, വിലപ്പെട്ട സമയം എന്നിവ നീക്കിവെക്കുന്നു എന്നുള്ളതാണ്. സൗന്ദര്യത്തെ സ്നേഹിക്കരുത്. നിന്റെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. ഊഹങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം, അത് മനുഷ്യഭാവനയാണ്. എന്നാൽ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റാൻ ഇടയില്ല. അത് അനുഭവത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠമാണ്. ചില ആളുകൾ കരുതുന്നത് മറ്റുള്ളവരെ പറ്റിക്കാൻ കഴിയുന്നത് അവരുടെ വലിയ കഴിവെന്നാണ്. എന്നാൽ മറ്റുള്ളവരിലുള്ള വിശ്വാസം തകർക്കുന്നത് ഏറ്റവും വലിയ കഴിവുകേടാണെന്ന സത്യം അവർ മനസ്സിലാക്കുന്നേയില്ല. ലോകത്ത് എന്ത് തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം ഇവയേക്കാൾ വലുതായി ഒന്നുമില്ല. നമ്മുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ എത്ര സമയം ചിലവഴിച്ചു എന്നതിന്റെ ഫലമാണ് വിജയം. 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷം എന്നേക്കും നിലനിൽക്കും. കുടുംബജീവിതത്തിന് വില നൽകാത്തവർ എപ്പോഴും സ്വാർത്ഥരായിരിക്കും. അവർ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തയ്യാറാകില്ല. ഞാനാണ് എല്ലാം എന്ന മനോഭാവവുമായി ജീവിതം തള്ളി നീക്കും. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും. മറ്റുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെ ഭ്രാന്ത് പിടിപ്പിക്കും. അതിൽ നിന്നും വൈകാരിക ബുദ്ധി ഉടലെടുക്കും. മനുഷ്യർ സന്തോഷം കണ്ടെത്തുന്നത് ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അല്ല, സത്യവും ജ്ഞാനവും കൊണ്ടാണ്. ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല. ചിലത് നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള വാതിലുകൾ മലർക്കെ തുറക്കുന്നവയായിരിക്കും. ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അവളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും തോന്നും. ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരുന്നു, മോശ ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളെ ഒരിക്കലും തളർത്താൻ പാടില്ല. അവ നിങ്ങളെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നതാക്കി മാറ്റണം. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. കേട്ടറിയുന്ന കാര്യങ്ങൾ അവഗണിക്കുക. മൂഢന്മാർ പാതി നിറഞ്ഞ പാത്രം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അറിവുള്ളവർ നിറഞ്ഞ തടാകം പോലെ നിശബ്ദരായിരിക്കും.
സ്നേഹം കൊണ്ട് ക്രോധത്തെ ജയിക്കുക, പുണ്യം കൊണ്ട് പാപത്തെ ജയിക്കുക, ഔദാര്യം കൊണ്ട് പിശുക്കിനെ ജയിക്കുക, സത്യം കൊണ്ട് അസത്യത്തെ ജയിക്കുക. ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യാതെ വിജയം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ വിജയം നേടാൻ പ്രയാസം തന്നെയാണ്. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മൾ നിന്ന് അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മളെ തേടി വരും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് പരതി നോക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന് വസ്തുതകൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും. ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നുള്ളത് അസാധ്യമാണ്. ഒരാളെ എറിയാൻ കയ്യിൽ കനൽ സൂക്ഷിക്കുന്നത് പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ ഒരുപാട് വേദനിക്കുന്നുണ്ടാകും. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് പോകില്ല. പഴയതുപോലെ ആകുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. ജീവിതത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിന്റെ പിറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. ഓരോ അവസരങ്ങളിലും അവർ നിങ്ങളുടെ എല്ലാമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സന്തോഷിക്കുന്നത്. ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല, നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. സംഭവിക്കുന്നതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. പ്രതികരണത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. നിങ്ങളുടെ അറിവിൽ ഒരു വിഡ്ഢിയായിരിക്കുക, നിങ്ങളുടെ വിഡ്ഢിത്വത്തിൽ അറിവുള്ളവനുമായിരിക്കുക. ഒരു രക്ഷകന്റെയും വരവ് കാത്തിരിക്കരുത്. നിങ്ങളല്ലാതെ നിങ്ങളുടെ രക്ഷയ്ക്ക് മറ്റാരുമില്ല. നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാളത്തെ ജീവിതം നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ്. പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മളെ തേടി വരും. വളർച്ചയിൽ നിന്ന് തഴച്ചു വളർന്നവനെ തളർത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ തളർന്നു പോകുകയുള്ളൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. പുറത്തു കടക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള തടവറ നമ്മുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴി ഒരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളെയും വർത്തമാന കാലത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അതിനൊന്നും അറിയില്ല. നിങ്ങൾ സൗഹൃദത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് സൗഹൃദത്തിലാകും. നിങ്ങൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും പഠനം നിർത്തരുത്. കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ശത്രുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. വിജയത്തിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാക്കാത്തവരാണ് എളുപ്പ വഴിയിലൂടെ വിജയം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീരിന്റെ വില അറിയാത്ത ഒരാളെ ഓർത്ത് ഒരിക്കലും നിങ്ങൾ കരയരുത്. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക.
ഒരു സ്ത്രീ അവളുടെ നിലനിൽപ്പിനായി പൊരുതാൻ ഉറച്ചാൽ പിന്നെ ഒരു ശക്തിക്കും അവളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതാണ് പെൺകരുത്ത്. ജീവിതത്തിന്റെ ദുരന്തം നമ്മൾ വളരെ വേഗം വൃദ്ധരാക്കുകയും വളരെ വൈകി ബുദ്ധിമാനായി തീരുകയും ചെയ്യുന്നു എന്നതാണ്. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ്, ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, മറക്കാനും പ്രയാസമാണ്. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തലകുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. നമ്മളൊരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏതവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർമ്മിക്കണം. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തി പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളുടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. ചില മനുഷ്യരും അങ്ങനെയാണ്. വാക്കുകൾ മധുരമെങ്കിലും പ്രവൃത്തികൾക്ക് കൈപ്പേറും. തണലായവർ തളരുമ്പോൾ തുണയാവാൻ മടിക്കരുത്. തളർന്നൊരു കാലം വന്നിടും എല്ലാവർക്കും. സന്തോഷം ഒരു ചിത്രശലഭത്തെ പോലെയാണ്. പിടിക്കാൻ ശ്രമിച്ചാൽ അത് അകന്നു പോകും. എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അത് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. പുറത്ത് എത്ര ബഹളം ഉണ്ടായാലും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. മനസ്സ് ശാന്തമായിരുന്നില്ലെങ്കിൽ ഒരു ജോലിയിലും വിജയമുണ്ടാകില്ല. കാലം ഒരിക്കലും സമാനമല്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ കരയേണ്ടി വരുന്ന കാലവും വരും. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു വിഡ്ഢിത്തമല്ല, മറിച്ച് ജ്ഞാനിയാണെന്ന് മിഥ്യാധാരണയാണ്. ചില വേദനകളുണ്ട്, മനസ്സിന് താങ്ങാൻ പറ്റില്ല, ആരോടും പറയാനും പറ്റില്ല, പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാകണമെന്നുമില്ല. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്, കത്തുകയോ അണയുകയോ ഇല്ല, നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളെ വിജയവും, ഇന്നത്തെ വിജയം നാളെ പരാജയവുമായി മാറാം. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെ ആവണം. സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എന്തെങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. ഇഷ്ടമില്ലാത്തൊരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ബുദ്ധിശൂന്യനാണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തി അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. ദീർഘകാല ബന്ധങ്ങൾക്കായി ആളുകൾ തിരയുന്നത് സ്നേഹമോ ആകാരവടിവോ അല്ല, മറിച്ച് നല്ല സ്വഭാവമാണ്. തയ്യാറെടുപ്പിന്റെയും കഠിനാധ്വാനത്തിന്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത്. എല്ലാത്തിനും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്നവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ നന്മ കാണാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ശാരീരികമോ മാനസികമോ ആയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എപ്പോഴും പരിധി നിർണയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപിക്കും. പരിധികളില്ലാതെ ജീവിക്കാൻ ശീലിക്കുക. നിങ്ങൾക്ക് എന്തും സ്വന്തമാക്കാനാകും. തീരത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ധൈര്യമുണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് കടൽ നീന്തി മറികടക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നേക്കും ജീവിക്കുമെന്നത് പോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക.
പൂക്കളുടെ സുഗന്ധം കാറ്റിന്റെ ദിശയിൽ മാത്രം പടരുന്നു, എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. നിങ്ങൾ വിജയിക്കുമ്പോൾ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% വിജയിയല്ല. അതുപോലെ തന്നെ നിങ്ങൾ തോൽക്കുമ്പോൾ അവർ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും 100% മോശവുമല്ല. സ്നേഹം ഒരു ബന്ധമായി മാറുമ്പോൾ അത് ബന്ധനമായി തീരുന്നു. സ്നേഹം ഒരവസ്ഥയായി മാറുമ്പോൾ അത് സ്വാതന്ത്ര്യമായി തീരുന്നു. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് അത് എന്ത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നൽകും. അറിവ് കാമധേനുവിനെ പോലെ സ്ഥിരമായി ഫലം നൽകിക്കൊണ്ടിരിക്കും. അത് അദൃശ്യമായ നിധിയാണ്. നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നവരെക്കാൾ രാത്രി വൈകുവോളം ഉണർന്നിരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്. മനുഷ്യർ ജീവിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ആനന്ദ മുഹൂർത്തങ്ങളെക്കാളേറെ അതിന്മേലുള്ള പ്രത്യാശയിലാണ്. ശ്രമത്തിലാണ് സംതൃപ്തി ഉളവാകുന്നത്, ഫലപ്രാപ്തിയിലല്ല. സമ്പൂർണ്ണ ശ്രമം സമ്പൂർണ്ണ വിജയമായി മാറുന്നു. യാഥാർത്ഥ്യം മനസ്സാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മുടെ മനസ്സ് മാറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെയും മാറ്റാൻ കഴിയും. ഒരു പെണ്ണിന് ഏറ്റവും അത്യാവശ്യം എന്താണെന്നറിയാമോ? വിദ്യാഭ്യാസം, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമാകാം.